Praise the Lord. Hallelujah. തടവറ മാറ്റിയാ പൊയ്ക്കൊള്ളാൻ ദൈവമേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ദൈവം നേരെ പോയത് സ്വപ്നത്തിൽ തന്നെ അതെ പോകേണ്ട ഇടങ്ങൾ കാണിച്ചു എന്നിട്ട് നേരെ പോയത് ഈ ദൈവദാസന്റെ പ്രാർത്ഥനാ റൂമിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്നെ അവിടെ കൊണ്ടുപോയി ഇത് നസീല ബീവിയ ഇന്ന പോലൊക്കെ ദൈവത്തെ അറിഞ്ഞെന്ന് പരിചയപ്പെടുത്താൻ എനിക്ക് മുന്നമേ പോകാൻ എനിക്കൊരു മാനുഷിക ആശ്രയമില്ല. എനിക്ക് ആശ്രയമുള്ളത് ഈ ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിൽ മാത്രമാണ്. ആ ദൈവം എന്നെ വിളിച്ചെങ്കിൽ എന്നെ അന്ത്യം വരെ നടത്താൻ വിശ്വസ്തനാണെന്ന് ഈ പ്രവൃത്തിയിലൂടെ എന്റെ ദൈവം തെളിയിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചില തെളിവുകളും അടയാളങ്ങളും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അങ്ങനെയെങ്കിലും ഇന്ന് രാത്രി ഒന്നുകൂടെ ഉണർന്ന് ശക്തി പ്രാപിക്കട്ടെ എന്ന് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ദൈവദാസൻ നിന്നെ ദൈവം ഇവിടെ അയച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ ഇവിടെ ഏറ്റുകൊള്ളുകയാണ്. നിന്റെ പിന്നിൽ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്കത് വിഷയമല്ല. നിന്നെ ഇവിടെ അയച്ച ദൈവം അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. 10 ദിവസം ഞാൻ അവിടെ ഇരുന്നു. 10 ദിവസം വരെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ബൈബിൾ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, സ്നാനത്തിന്റെ ക്ലാസുകൾ എനിക്ക് തന്നു. ഹല്ലേലൂയ. 10-ാം ദിവസം ഉപവാസം തീരും. അന്ന് വേറെ ചിലർ സ്നാനപ്പെടുന്നുണ്ട്, അവരോടൊപ്പം എന്നെ സ്നാനപ്പെടുത്തും. ഈ ഉദ്ദേശത്തിൽ അവരായിരുന്നു. പ്രവാചകന്മാർ വരുമ്പോൾ അവരെല്ലാം എന്നെ ചൂണ്ടി എന്നിലൂടെ നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തിയൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് പറയും, മുൻപിൽ എഴുന്നേറ്റ് അതെ വരാൻ കഴിയാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ, അതെ നിന്റെ മുൻപിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, അടിച്ചമർത്തുന്ന വിഷയങ്ങൾ നിന്റെ മുൻപിൽ വരാൻ പോകുക. നീ പുറത്തു വരത്തില്ല. നിന്നെ തകർത്ത് കളയുന്ന വിഷയങ്ങൾ നിന്റെ മുൻപിലുണ്ട്. പക്ഷേ നീ ദൈവാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ, അവന്റെ അഭിഷേകത്തിൽ അതേ പ്രൈസിൽ പൂർണ്ണമായി നിറയുന്നുവെങ്കിൽ, ഈ അഭിഷേകം ആ പ്രശ്നങ്ങളെ കടന്നു പോകുവാൻ തക്കവണ്ണം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, യേശുവേ എനിക്ക് നിന്റെ അഭിഷേകം മതി. അതേ പ്രേക്ഷ മരിച്ചാലും നിനക്ക് വേണ്ടി, അതേ പ്രേക്ഷ നിന്റെ നാമത്തിനു വേണ്ടി മരിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയും. ഹല്ലേലൂയ. ഇങ്ങനെ പറയുമായിരുന്നു. എന്റെ ആ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടുകൊണ്ടേയിരുന്നു. എന്റെ ഉള്ളം ദൈവം കണ്ടുകൊണ്ടേയിരുന്നു. 10-ാം ദിവസം സ്നാനപ്പെടുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഒരു കൂട്ടം പേര് വന്ന് എന്നെ പിടിച്ചോണ്ടുപോയി. കാരണം എന്റെ പിതാവ് തന്ത്രപരമായ ചില കാര്യങ്ങൾ മെനഞ്ഞിരുന്നു. ഞാൻ മാമായുടെ വീട്ടിൽ എത്തിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ എന്റെ പിതാവ് ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ബസ്സിലെ കണ്ടക്ടറൊക്കെ പറഞ്ഞു, അതെ കറുത്ത പർദ്ദയിട്ടതാണെങ്കിൽ ഓടി വന്ന് കയറി ഇന്ന സ്ഥലത്താ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ സ്ഥലത്ത് എന്റെ പിതാവ് വന്ന് നോക്കുമ്പോൾ അതേ പ്രൈസിലോട് ആരാധന നടക്കുന്നതൊക്കെ പിതാവ് കണ്ടു. പിതാവിന് മനസ്സിലായി ഇവിടെ ആയിരിക്കും. കാരണം തങ്ങളുമാരോട് ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്ക് വെളിപ്പെട്ടത് അതേ ആകർഷണ വലയമുള്ള ഒരു കേന്ദ്രമുണ്ട്, അവിടോട്ടാ പോയതെന്ന്. എന്റെ പിതാവ് ചെല്ലുമ്പോൾ അതേ ഈ ഇറങ്ങിയ സ്ഥലത്ത് വരുമ്പോൾ അതേ ആ ആകർഷണ വലയത്തിന്റെ പ്രൈസിൽ അടയാളങ്ങൾ പറഞ്ഞ് അതേ പൗരന്മാർ കൊടുത്തിരുന്ന പിതാവിന്റെ ഉള്ളിലും അതിനെക്കുറിച്ച് അതേ പ്രൈസിൽ അറിവുണ്ട്. അതുപോലെയുള്ളൊരു സാന്നിധ്യം പിതാവിന് അനുഭവപ്പെട്ടു. അങ്ങനെ പിതാവ് ഇവിടെ കയറി നേരെ വന്നെന്നെ വിളിക്കാതെ മടങ്ങിപ്പോയി തന്ത്രപരമായി കാര്യങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. സകല തങ്ങളുമാരെയും വിളിച്ചു. പിതാവ് ഇരുന്നിട്ടുള്ള മോസ്കിലുള്ള എല്ലാ മൗലവിമാരെയും ജമാഅത്തുകാരെയും വിളിപ്പിച്ചു. മുസ്ലിങ്ങളെ എല്ലാം വിളിപ്പിച്ചു. പ്രൈസിനോട് ദേശത്തുള്ള ജാതികളെല്ലാം എല്ലാ മുസ്ലിങ്ങളും ഒരു 2000-ലധികം ജനം വരും. ഇവരുടെ എല്ലാം മധ്യത്തിൽ പ്രൈസിനോട് അത് എന്നെ വിവാഹം കഴിപ്പാനുള്ള മൗലവിയെ പുരുഷനെ മണവാളനായി അണിയിച്ചൊരുക്കി ഇരുത്തി. എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് ഒരാളെ വിട്ടത്. ഹല്ലേലൂയ. അവർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയി. ആലയത്തിനെതിരെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ദൈവം അതേ ആലയത്തിനെതിരെ വരുന്ന പ്രശ്നത്തെ നീക്കുപോ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിൽ കൂടി ഒരു പ്രശ്നം അവിടെ നടക്കാതെ പ്രൈസിലോട് എന്നെ ഇവർ പിടിച്ചു വലിച്ചു കയറ്റി. കാരണം സ്നാനത്തൊട്ടിയിൽ സ്നാനപ്പെടാൻ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് സ്നാനപ്പെടുന്നതിന് മുമ്പേ പിടിച്ചു വലിച്ചു കയറ്റി കാറി കയറ്റി ഹല്ലേലൂയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ വരുമ്പോൾ ഞാൻ കാണുന്നത് ഈ കാഴ്ചയാണ്. ഇരുവശവും വലിയ പന്തൽ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. എന്നെ അകത്തേക്ക് കയറ്റി ശുദ്ധീകരിച്ചു. ഞാൻ ധരിച്ചുകൊണ്ട് വസ്ത്രം കത്തിച്ചു കളഞ്ഞു. പുതിയ വസ്ത്രം ധരിപ്പിച്ചു. മണവാട്ടിയായി കണിയിച്ചൊരുക്കി മണിയർ റൂമിൽ ഇരുത്തിയിട്ട് എന്നെ ഇവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. പ്രൈസിലൂടെ ഹല്ലേലൂയ. കൊണ്ടുവന്നിട്ട് എന്റെ പിതാവ് പറഞ്ഞു, മക്കളെ നീ ഇത്രയും ദിവസം കാഫിറുകളുടെ ഇടയിൽ പോയിരുന്ന് അവർ ചെയ്തത് പോലൊക്കെ ചെയ്ത് അവരുടെ ദൈവത്തെ വിളിച്ചതെല്ലാം വാപ്പ ക്ഷമിച്ചിരിക്കുക. എന്നാൽ പ്രൈസിലൂടെ വാപ്പ അതൊക്കെ ക്ഷമിച്ചെങ്കിലും അതെ ഇപ്പോൾ നീ ഒരു കാര്യം കൂടെ ചെയ്യണം, എങ്കിലേ അള്ളാഹു നിന്നോട് ക്ഷമിക്കത്തുള്ളൂ. യേശു ദൈവമല്ലെന്ന് പറഞ്ഞ് അവനെ തള്ളി പറഞ്ഞിട്ട് ഷഹാദത്ത് കലിമ അള്ളാഹു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അള്ളാഹു ഏക ഇലാഹാണെന്നുള്ള ആ വിശ്വാസ വചനം ഏറ്റു പറഞ്ഞ് വായിൽ വെള്ളം കൊണ്ട് തുപ്പി വാ ശുദ്ധീകരിച്ച് അള്ളാഹുവിനെ ഏറ്റു പറഞ്ഞ് നീ തിരികെ മുസ്ലിം മതത്തിലേക്ക് ചേരണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു, അത് ചെയ്തതിനു ശേഷം വിവാഹം നടത്താൻ പറ്റുള്ളൂ. കാരണം അടുത്ത് ചൊല്ലിത്തരേണ്ട വിശ്വാസ വചനം പ്രൈസിലൂടെ എന്റെ പിതാവ് ഏറ്റു പറയണമെങ്കിൽ ഞാൻ യേശുവിനെ തള്ളി പറയണം.
അപ്പോൾ ഞാൻ പറഞ്ഞു, പാപ്പ എനിക്ക് യേശുവിനെ തള്ളി പറയാൻ പറ്റൂല. ഹല്ലേലൂയ, പറ്റത്തില്ല. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യേശു ദൈവമാണ്, പ്രൈസ് ദി ലോർഡ്, അവൻ ജീവനുള്ളവനാണ്. അപ്പോൾ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികൾ ചുമ്മാതെ പറയുന്നതാ മക്കളെ, അങ്ങനെ ഒരു യേശു ഒന്നുമില്ല, അതെ ക്രിസ്ത്യാനികൾ വെറുതെ പറയുന്നതാ, നീ അവരാരും പറയുന്നത് കേട്ട് വിശ്വസിക്കല്ലേ എന്ന് പറഞ്ഞ് ഖുർആനിലെ സൂക്തങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അതെ എന്നോട് ക്രിസ്ത്യാനികൾ പറഞ്ഞതല്ല പാപ്പ, ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ റൂമിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് യേശു തന്നെ സംസാരിച്ചതാണ്. അങ്ങനെ പറയുമ്പോൾ വാപ്പ പറഞ്ഞില്ല, അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല, അത് ഇബ്ലീസ് നിനക്കൊരു ബോധോദയം സ്വപ്നാടനം ഉണ്ടാക്കി അങ്ങനെ നിന്നെ ചിന്തിപ്പിച്ചതാണ്, അതെ പ്രേസ് അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാപ്പ ഈ ഇബ്ലീസ് അത് എങ്ങനെയുള്ളതാണെന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്റെ വാപ്പ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ സങ്കല്പത്തിൽ പറയാം, അവൻ കറുത്ത രൂപിയും അവനെ കണ്ടാൽ ഭയം തോന്നും, അതെ ഭയപ്പെടുന്ന രൂപമുള്ളവനും അന്ധകാരം നിറഞ്ഞവനുമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് സംസാരിച്ചത് ആ രൂപമല്ല, തേജസ്സുള്ള കോമള രൂപിയായ ഒരു പുരുഷനാണ് എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെയും പറഞ്ഞു, ഇല്ല മക്കളെ, യേശു ദൈവമല്ല, നീ യേശുവിനെ വിളിക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചാലും യേശുവിനെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല, യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാനും പറ്റത്തില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ പറയുമ്പോൾ എന്റെ പിതാവ് പിന്നെയും ചോദിച്ചു, യേശു ദൈവമാണെന്ന് നീ അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അതെ. യേശു ദൈവമാണോ? ഞാൻ പറഞ്ഞു, അതെ. പിന്നെയും ചോദിച്ചു. അവസാനം പിതാവിന് ദേഷ്യം വന്നു. യേശു ദൈവമാണെന്ന് ചോദിക്കുമ്പോഴല്ല, ദൈവമാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ അവസാനത്തെ ചോദ്യവും അതെ എന്റെ മറുപടി വെളിയിൽ വരാൻ സമ്മതിക്കാതെ ഒരൊറ്റ അടിയും കൂടെ ഒരുമിച്ചായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി, വായിൽ അടി കിട്ടിയത്. പിന്നെ ചോദിച്ചു, ഇനി പറ, യേശു ദൈവമാണോ? ഞാൻ എപ്പോഴും പറഞ്ഞു യേശു ദൈവമാണെന്ന്. അടികൊണ്ട വേദനയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു യേശു ദൈവമാണെന്ന്. കാരണം യേശു ദൈവമല്ലെന്ന് പറയാൻ കഴിയാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ രക്തധമനികളിൽ യേശു ദൈവമാണെന്നുള്ള സത്യം അത് നിറഞ്ഞു നിന്നിരുന്നു. അതിങ്ങനെ കയറി പാസ് ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. യേശു ദൈവമല്ലെന്ന് പിന്നെ ഞാൻ എങ്ങനെ പറയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും എന്നെ മാറി ചെകിട്ടത്തടിച്ചു. പല്ല് തെറിച്ച് തറയിൽ വീണു. രക്തം കണ്ടപ്പോൾ പേടിച്ച് യേശുവെ എന്ന് വിളിച്ചുപോയി. യേശുവെ എന്ന് ഉറക്ക വിളിച്ചപ്പോൾ പിതാവിന് ദേഷ്യം വന്നു. മുകളിൽ തൂക്കിയിട്ടിരുന്ന പെട്രോൾ മാക്സ് വലിച്ചെടുത്ത് കളഞ്ഞ് കമ്പി കൊളുത്ത് വെച്ച് ആ പെട്രോൾ മാക്സ് തൂക്കിയിട്ടിരുന്ന കമ്പി കൊളുത്ത് വലിച്ചെടുത്ത് തലങ്ങും വിലങ്ങും എന്റെ തലയിൽ അടിക്കാൻ തുടങ്ങി. അവിടങ്ങളിൽ തല പൊട്ടിപ്പോയി. ഇന്നും ആഴത്തിൽ മുറിവേറ്റ പാടുകളുണ്ട്. ഇടത് സൈഡിന്റെ കണ്ണിൽ അതെ 3-4 അടി കൊണ്ട് പൊട്ടി കണ്ണ് പുറത്തു വന്നതുപോലെ എനിക്ക് തോന്നി. കാഴ്ച നഷ്ടപ്പെട്ടു പോയി. 8 വർഷം കാഴ്ചയില്ലാതിരുന്നു. അല്ലല്ല, കണ്ണിലും മുഖത്തും അടിയേൽക്കാതെ കരം കൊണ്ട് കഥയെ പ്രൈസിലോട് ഞാൻ തടുത്തപ്പോൾ വിരലുകളിൽ അടിപതിച്ച് വിരലെല്ലാം ഒടിഞ്ഞു മടങ്ങിപ്പോയി. കൈപ്പത്തിയിൽ അതെ കൈക്കൊഴയിൽ അടികൊണ്ട് കൈക്കൊഴ തിരിഞ്ഞുപോയി. ഹല്ലേലൂയ. ഇറങ്ങി ഓടുമ്പോൾ വെട്ടുകത്തി എടുത്ത് എറിഞ്ഞ് വെട്ടുകത്തി വന്ന് കൊണ്ടിട്ട് അസ്ഥിക്ക് പൊട്ടലുണ്ടായി. വലത് കാലിനും അതെ കൈക്കും അതെ 2 കൈയിലെ വിരലുകൾക്കും സ്വാധീന ശക്തിയില്ലാതെ 2 വർഷം ജീവിച്ചു. എന്നാൽ അന്ധർക്കും അതെ മുടന്തർക്കും കുരുടർക്കും കുഷ്ഠരോഗികൾക്കും സൗഖ്യം കൊടുത്ത യേശു എന്റെ അസ്ഥി മണ്ഡലങ്ങളിലൂടെ വ്യാപരിച്ച് ജീവൻ തരുവാനിടയായി തീർന്നു, സൗഖ്യം തരുവാനിടയായി തീർന്നു. അത് 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഹല്ലേലൂയ. കാരണം എന്റെ ജനത്തിന്റെ നടുവിൽ യേശു ദൈവമാണെന്ന് ഞാൻ വെളിപ്പെടുത്തണമെങ്കിൽ ഈ അത്ഭുതങ്ങൾ എന്നിൽ നടക്കണമായിരുന്നു. ഈ അത്ഭുതം നടക്കാൻ തക്കവണ്ണം എന്റെ കൈവിരലുകൾ ഒടിയണമായിരുന്നു. ഈ അത്ഭുതം നടക്കാൻ തക്കവണ്ണം എന്റെ വലത് കൈപ്പത്തി തിരിഞ്ഞു പോകണമായിരുന്നു. കാരണം അവർക്ക് സാക്ഷ്യമാണ്, എന്റെ പിതാവ് കണ്ടതാണ്. മുടന്തി ഞാൻ നടക്കുന്ന അസ്ഥി പൊട്ടിപ്പോയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ വീട്ടുകാരെല്ലാം യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ എന്റെ രക്തമെല്ലാം, എന്റെ വീട്ടുകാർ എനിക്ക് തന്ന ആഹാരത്തിൽ നിന്ന് ഉത്ഭവിച്ച രക്തമെല്ലാം ഞാൻ അവിടെ ഒഴുക്കണമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ശരീരത്തിലുള്ള രക്തമെല്ലാം അവിടെ വാർന്നുപോയി. ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. എന്റെ പിതാവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഖുർആൻ പ്രമാണം അനുസരിച്ച് മതം വിട്ടുപോകുന്ന വ്യക്തി മടങ്ങി വന്നില്ലെങ്കിൽ കൊന്നു കളയണമെന്നുണ്ട്. അത് നിന്നെ ഞാൻ ചെയ്യാൻ പോകുക. കഴുത്തിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ മൗലവിമാർ തടഞ്ഞിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ഒന്നും ചെയ്യരുത്. കാരണം നീ മാത്രമല്ല, ഞങ്ങളും കൂടെ കയറി ഇറങ്ങണം. പ്രമാണം അനുസരിച്ച് നമുക്കിപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം ഈ ഇന്ത്യ രാജ്യം നമ്മെ ആ പ്രമാണം ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ പ്രൈസിലോട് ഒരു ചിരിയും ചിന്തയും എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ലോകത്തിന്റെ നിയമം അനുസരിച്ച് പ്രമാണത്തെ മാറ്റിവെക്കും. എന്നാൽ ലോകത്തിന്റെ നിയമം വിരുദ്ധമായാലും മരിക്കേണ്ടി വന്നാലും പ്രമാണത്തിൽ മുറുകെ
പിടിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വരും. ഹല്ലേലൂയ. ആ പ്രസാദം എന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പിതാവിനോട് അവർ പറഞ്ഞു, ആ നാളുകളിൽ ഞാൻ വായിച്ചിട്ടുള്ള സഭയിലിരുന്ന് വായിച്ച 10 ദിവസം ഇരുന്ന് സഭയിലിരുന്ന് വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നുവെന്ന്. എന്റെ പിതാവ് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ പിതാവിന്റെ വിശ്വാസത്തിലുള്ള ദൈവത്തിന് എന്നെ ഇപ്പൊ വഴിപാട് കാണിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ